നിങ്ങളുടെ കുട്ടിക്ക് അനുസരണയില്ലെങ്കിൽ ഈ കുട്ടിയെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെക്നിക്ക് പറയാം. അത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിയോട് എന്ത് കാര്യം പറയുമ്പോഴും അത് സ്ട്രെയിറ്റ് ആയിട്ട് പറയുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടി വി കാണരുത് എന്ന് പറയാൻ പാടില്ല, മറിച്ച് എന്ത് പറയുക, ടി വി ഓഫാക്കി പോയി പഠിക്കാൻ പറയുക. അതായത് കൊച്ചുപിള്ളേരുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ആ പറയുന്ന കാര്യങ്ങളിൽ ഒരു പിക്ചർ ഉണ്ടാവുക. ആ പിക്ചറാണ് അവരുടെ മനസ്സിൽ ഉണ്ടാവുക. അതായത് ടി വി കാണരുത് എന്ന് പറയുന്ന സമയത്ത് ടി വിയും കാണരുത് എന്ന് പറയുന്നതിനകത്തെ കാണുക എന്ന പിക്ചറും കൂടി ഒരുമിച്ച് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രതിഫലിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ ടി വി കാണുക എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയും അവർ കൂടുതലായിട്ട് ടി വി കാണുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ വൈഫിനോട് പറയുക, കണ്ണടച്ചിരിക്കുക, എന്നിട്ട് കല്ലെറിയരുത് എന്ന് വൈഫിനോട് പറയുക. എന്നിട്ട് വൈഫിനോട് ചോദിക്കുക, നിങ്ങൾ എന്താണ് കണ്ടത്, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കുക, നിങ്ങൾ എന്താണ് കണ്ടത്. അപ്പം കല്ലെറിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു കല്ലെടുത്തിട്ട് എറിയുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു 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 പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കല്ലെറിയരുത് എന്ന് പറഞ്ഞപ്പോൾ കല്ലിൻ്റെ പിക്ചറും കണ്ടു, അതോടൊപ്പം തന്നെ എറിയരുത് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എറിയുന്ന പിക്ചറും കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടത്, കല്ല് എറിയുന്നതായിട്ട് കണ്ടത്. ഇതേപോലെ തന്നെയാണ് കുട്ടികളുടെ മനസ്സിൽ സംഭവിക്കുക. അപ്പോൾ കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പറയുക. ഇപ്പം വെള്ളത്തിൽ ചാടരുതെങ്കിൽ നമ്മൾ അവരോട് പറയേണ്ടത് വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. ഓടരുത് എന്ന് പറയുന്നതിന് പകരം പതുക്കെ നടക്കുക. എന്താണോ അവർ ചെയ്യേണ്ടത് അതുപോലെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി അനുസരണയുള്ളവരായിട്ട് മാറും. ഇത് കൊച്ചുനാളിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. കുറച്ച് പ്രായമായതിനു ശേഷമാണെങ്കിൽ പോലും ഇത് ഭംഗിയായിട്ട് വർക്കൗട്ട് ആവും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്.